ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ചന്ദ്രമതിക്കാണെങ്കിലോ ശ്രുതിക്കും എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞുണ്ടാവണമെന്നൊരാഗ്രഹമായിരിക്കും. ആ ഒരു കാര്യം ചന്ദ്രമതി നേരെ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്. ശ്രുതി, അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞുണ്ടായി കാണാനായിട്ട്. ഒരുപാട് നാളായി ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയുന്നു. എന്താ നിങ്ങൾ അതൊന്നും ഇന്നേ വരെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കട്ടെ ചന്ദ്ര. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ ആൻറ്റി ഇപ്പം തന്നെ ഒരു കുഞ്ഞ് വേണ്ടെന്നാണ് ശ്രുതി പറയുന്നത്. എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ എന്നിങ്ങനെ പറയുന്ന സമയത്തിന് ചന്ദ്രമതി പറയുന്നത് അവൻ അങ്ങനെയൊക്കെ പറയും. അവന് ശരിക്കും ജീവിതത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞു വേണം. നീയും അച്ചമ്മ പറഞ്ഞത് കേട്ടതല്ലേ, ഈ വീട്ടിലുണ്ടാവാൻ പോകുന്ന ആദ്യത്തെ പേരക്കുട്ടിക്കാർക്കും അച്ചമ്മ സ്വത്തുക്കളെല്ലാം എഴുതി വെക്കുക എന്ന്. അതുകൊണ്ട് ഈ വീട്ടിൽ ആദ്യം ജനിക്കാൻ പോകുന്ന കുഞ്ഞ് നിങ്ങളുടേതായിരിക്കണം. അതുമാത്രമല്ല എനിക്ക് താലോലിക്കാൻ ഒരു പേരക്കുട്ടിയെ വേണം. ഈ വയസ്സാം കാലത്ത് കുഞ്ഞുങ്ങളുടെയൊക്കെ പുറകെ ഓടി അവരുടെ കൂടെ കളിക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ടായിരിക്കില്ലേ. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ കാര്യമായിട്ട് തന്നെ ആലോചിക്കണമെന്നിങ്ങനെ ചന്ദ്രമതി ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്. ചന്ദ്രയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ശ്രുതിക്ക് ഒത്തിരിയധികം സന്തോഷമാവും. എന്നിട്ട് ശ്രുതിക്കും വലിയൊരു ആഗ്രഹം തന്നെയായിരിക്കും ശ്രുതിയിൽ ഒരു കുഞ്ഞുണ്ടാവണമെന്ന്. എന്നാൽ ആ ഒരു കാര്യം ശ്രുതിനെ അറിയിച്ച സമയത്ത് ശ്രുതി സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്. എന്നാൽ ചന്ദ്രമതി ശ്രുതിയോട് ഈ ഒരു കാര്യം പറയുന്നതെല്ലാം തന്നെ രേവതി ഒഴിഞ്ഞു മാറിയെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇതും കണ്ടുകൊണ്ടതിന് ചന്ദ്രമതി ഇങ്ങനെ രേവതിയോട് ചോദിക്കുന്നുണ്ട്, എടി രേവതി, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ വായും പൊളിച്ച് നോക്കിയിരിക്കുന്നത്? നിനക്ക് എന്താടി അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് രേവതി അങ്ങനെ അടുക്കളയിലേക്ക് പറഞ്ഞു വിടട്ടെ ചന്ദ്ര. അങ്ങനെ രേവതി അടുക്കളയിൽ നിന്നിങ്ങനെ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് ചന്ദ്രമതി വന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, അത് ഇന്ന് ഉച്ചത്തേക്ക് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയാൽ മതി. അവൾക്കത് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് ഇന്ന് എന്തായാലും അത് ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറയട്ടെ ചന്ദ്ര. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അത് പിന്നെ അമ്മേ ഇന്ന് സച്ചേട്ടന് മീൻകറി ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ മീൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, അപ്പോൾ അത് ഉണ്ടാക്കണ്ടേന്ന് ചോദിക്കട്ടെ രേവതി. അപ്പം ചന്ദ്രമതി പറയുന്നില്ല, അതൊന്നും എനിക്കറിയണ്ട, ഏതായാലും എൻ്റെ മരുമകൾ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട വിഭവം മാത്രം നീ ഇന്ന് ഉണ്ടാക്കിയാൽ മതി. അപ്പം രേവതി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും അമ്മേ, അവൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം ഇവിടെ എല്ലാവരും കഴിച്ചാൽ മതിയോ? സച്ചേട്ടനും അച്ഛനും ഇഷ്ടം മീൻകറിയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ എന്തായാലും സച്ചേട്ടന് ഇഷ്ടപ്പെട്ട മീൻകറി ഉണ്ടാക്കുക എന്നിങ്ങനെ രേവതി പറയുന്ന സമയത്തിന് ചന്ദ്രക്ക് അങ്ങ് ദേഷ്യം വരും. എന്നിട്ട് ചോദിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ശബ്ദം ഇങ്ങനെ ഉയർന്നു പോകുന്നത്? അതെ, നീ ഞാൻ പറയുന്നത് മാത്രം അങ്ങ് അനുസരിച്ചാൽ മതി, ഇതെൻ്റെ വീടാണ്. അപ്പം രേവതി പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഉണ്ടാക്കില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ, ശ്രുതിക്ക് ഞാൻ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം, പക്ഷേ ഇന്ന് ഏതായാലും സച്ചേട്ടന് വേണ്ടിയിട്ട് എനിക്ക് മീൻകറി ഉണ്ടാക്കിയേ മതിയാവൂ. അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയണ്ട, ഇന്ന് ഏതായാലും ഉച്ചത്തേക്ക് വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിരിക്കണം, ബാക്കിയൊക്കെ നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ ഞാൻ ശ്രുതിയോട് സംസാരിക്കുന്നതെല്ലാം തന്നെ നീ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതെല്ലാം തന്നെ ഞാൻ കണ്ടു എന്നിങ്ങനെ ചന്ദ്ര പറയുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്. അപ്പം രേവതി പറയുന്നുണ്ട്, അയ്യോ അമ്മേ അങ്ങനെയൊന്നും പറയില്ലേ, ഞാൻ കേട്ടു എന്നത് ശരി തന്നെയാണ്, പക്ഷേ ഞാൻ ഒരിക്കലും ഒളിഞ്ഞു നിന്ന് കേട്ടതല്ല, ഞാൻ അതുവഴി പാസ് ചെയ്യുന്ന സമയത്തിന് നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടു എന്നേ ഉള്ളൂ. അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട്, എടി നീ നോക്കിക്കോ, എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ശ്രുതിക്കും ഒരു കുഞ്ഞുണ്ടാവും. എന്നാലും ഒരിക്കലും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിന്റെ സ്വഭാവം അത്രയും നല്ലതായത് കൊണ്ട് തന്നെ ദൈവം നിനക്ക് അത്ര പെട്ടെന്നൊരു കുഞ്ഞിനെയൊന്നും തരില്ല. ദൈവാനുഗ്രഹമുള്ളവർക്ക് ഈ കുഞ്ഞുണ്ടാവൂ എന്ന് നീ കേട്ടിട്ടില്ലേ? നിന്നെ ശകുനം കാണുന്നതേ നന്നല്ല. രാശിയില്ലാത്ത പെണ്ണല്ലേ നീ ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് തുടങ്ങിയ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ വീട്ടിലെ ഓരോരോ പ്രശ്നങ്ങൾ. നീ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും അങ്ങ് ഇറങ്ങിപ്പോയാൽ മാത്രമേ ഞങ്ങളുടെ കുടുംബം നന്നാവുള്ളൂ. ചന്ദ്രയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് രേവതിക്ക് അങ്ങ് സങ്കടാവുന്നുണ്ട്. എന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ദൈവം എനിക്ക് കുഞ്ഞിനെ തന്നിട്ടില്ലെങ്കിലും എനിക്ക് യാതൊരു സങ്കടവുമില്ല. ഞാൻ ഇന്നേ വരെ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല. എല്ലാവർക്കും നല്ലത് വരണമെന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. ഇനി ദൈവം അങ്ങനെയാണ് വിധിച്ചതെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ അങ്ങ് വിചാരിച്ചോളാം. അതിൻ്റെ പേരിൽ എനിക്ക് യാതൊരു സങ്കടവുമില്ല. അമ്മ ഈ പറയുന്ന കുത്തുവാക്കുകൾ മാത്രമാണ് എനിക്ക് സങ്കടമാവുന്നത് എന്ന് പറയാട്ടോ രേവതി. അല്ല, എന്തിനാ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മേൻ്റെ മോന് കുഞ്ഞു പിറക്കരുത് എന്നാണോ അമ്മ ആഗ്രഹിക്കുന്നത്? അപ്പം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല നീയും അവനും ഇത്ര കാലം ഒന്നിച്ച് ജീവിച്ചതല്ലേ, എന്നിട്ട് ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് എനിക്കൊരു പേരക്കുട്ടിയെ തരാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിനക്ക് അതിനൊന്നുള്ള ഭാഗ്യമുണ്ടാവില്ലെന്ന്. എന്നാൽ ചന്ദ്രമതിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് രേവതിക്ക് ഭയങ്കര സങ്കടാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അന്ന് രാത്രി ഇങ്ങനെ കിടക്കാൻ പോകുന്ന സമയത്തിന് രേവതി ഇങ്ങനെ ബെഡ്റൂമിൽ വന്നിരുന്നിട്ട് ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ കരയാണ്. കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീര് വരുന്ന സമയത്തിന് സച്ചി അങ്ങോട്ടേക്ക് കയറി വരും. സച്ചി അങ്ങോട്ടേക്ക് വന്നതോടുകൂടി തന്നെ രേവതി ഒന്നും അറിയാത്ത കണ്ണൊക്കെ തുടച്ചു കൊണ്ടിട്ട് ചോദിക്കുന്നത്, ആ സച്ചിയേട്ടൻ വന്നോ? സച്ചിയേട്ടനുള്ള ഭക്ഷണം ഞാൻ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് രേവതി അവിടെ നിന്നങ്ങ് പോവാൻ നോക്കുകയാണ്. അപ്പോഴേക്കും രേവതിയിലുള്ള ആ ഒരു മാറ്റം കണ്ടുകൊണ്ടതിന് സച്ചി പറയുന്നുണ്ട്, രേവതി നീ ഒന്ന് അവിടെ നിന്നേ, അല്ല നീ എന്തിനെങ്ങനെ കരയുന്നത്? അപ്പം രേവതി പറയുന്നുണ്ട്, അയ്യോ ഞാൻ കരഞ്ഞൊന്നുമില്ലല്ലോ സച്ചിയേട്ടാ, എൻ്റെ കണ്ണിലൊരു കരട് പോയതാ. അപ്പം സച്ചി പറയുന്നുണ്ട്, വേണ്ട രേവതി, വെറുതെ നീ എൻ്റെ അടുത്ത് കള്ളം പറയണ്ട. നിന്റെ മുഖമൊന്ന് വാടുമ്പോഴേക്കും അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവും. സത്യം പറ രേവതി, നീ എന്തിനാ കരഞ്ഞത്? നിന്നെ ആരെങ്കിലും എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ? അമ്മ എന്തെങ്കിലും നിന്നെ പറഞ്ഞോ എന്ന് ചോദിക്കുന്ന സമയത്തിന് രേവതി പറയുന്നുണ്ട്, അത് ഇല്ല സച്ചിയേട്ടാ.
പിന്നെ ആ ശ്രുതിയോ നിന്നെ വല്ലതും പറഞ്ഞോ? പറ രേവതി, എന്താ ഉണ്ടായതെന്ന് എനിക്കറിയണം. എന്താ അമ്മ എന്തെങ്കിലും പറഞ്ഞോന്ന് വീണ്ടും ചോദിക്കാട്ടോ സച്ചി. എനിക്കറിയാം രേവതി, നിന്റെ മനസ്സിൽ അത്രമാത്രം നോവിച്ചത് കൊണ്ട് തന്നെയായിരിക്കും നീ ഈ കരയുന്നത്. എന്നാൽ സച്ചിയുടെ ചോദ്യം കേട്ടു രേവതി അങ്ങ് പൊട്ടിക്കരയാണ്. എന്നിട്ട് രേവതി പറയുന്നത്, അമ്മ എന്നെ വഴക്ക് പറയുന്നത് ആദ്യത്തെ കാര്യമൊന്നുമല്ല. പക്ഷേ അമ്മ ഇന്ന് എന്നോട് പറഞ്ഞ വാക്കുകൾ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു സച്ചിയേട്ടാ. എന്താ അമ്മ പറഞ്ഞതെന്ന് ഇങ്ങനെ സച്ചി ചോദിക്കുന്ന സമയത്തിന് രേവതി പറയുന്നുണ്ട്, അതെ, ഇത്ര കാലമായിട്ട് നമ്മൾ ഒന്നിച്ചിട്ട് പോലും നമുക്കൊരു കുഞ്ഞു പിറക്കാത്തത് എൻ്റെ കുഴപ്പം കൊണ്ടെന്നാണ് അമ്മ പറയുന്നത്. എനിക്ക് രാശിയില്ലാത്ത കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എനിക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഒരിക്കലും നമുക്കൊരു കുഞ്ഞുണ്ടാവില്ലെന്ന അമ്മ പറഞ്ഞതെന്നൊക്കെ പറയട്ടെ രേവതി. അപ്പോൾ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞോന്ന് സച്ചി ചോദിക്കുന്ന സമയത്തിന് രേവതി പറയുന്നത്, അതേ സച്ചിയേട്ടാ, അമ്മ അങ്ങനെ പറഞ്ഞ മുതൽ എനിക്ക് എന്നോട് തന്നെ ദേഷ്യവും വെറുപ്പൊക്കെ തോന്നി തുടങ്ങി. അപ്പോൾ സച്ചി പറഞ്ഞിട്ട്, എൻ്റെ രേവതി, അല്ലെങ്കിലും നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും നീ അങ്ങനെ കാര്യമാക്കി എടുക്കരുതെന്ന്. അമ്മയുടെ നാവിനെ പണ്ട് തൊട്ടേ ലൈസൻസ് ഇല്ലാത്തതാണ്. എന്തും പറയാമെന്ന ഭാവമാണ് അമ്മയ്ക്ക്. ഏതായാലും ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഏതായാലും ഈ കാര്യം അമ്മയോട് നേരിട്ട് പോയി ചോദിക്കാമെന്നൊക്കെ പറഞ്ഞങ്ങനെ പോവാൻ നിൽക്കുമായിരിക്കട്ടെ സച്ചി. അപ്പോൾ രേവതി പറയുന്നുണ്ട്, വേണ്ട സച്ചിയേട്ടാ വേണ്ട. എന്തിനാ വെറുതെ ഇതിനെപ്പറ്റി സംസാരിക്കാനൊക്കെ നോക്കുന്നത്? അമ്മയോട് തർക്കിക്കാൻ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. അമ്മയ്ക്കിപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ശ്രുതിക്കും എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞുണ്ടാവണം. അവർക്ക് കുഞ്ഞുണ്ടാവുന്നത് നമുക്കിഷ്ടമല്ലെന്ന അമ്മയുടെ വിചാരം. അവർക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അതെങ്ങനെ സച്ചിയേട്ടാ നമുക്ക് ഇഷ്ടക്കേടുണ്ടാവുക? ഇനി അവർക്കാണ് ആദ്യം കുഞ്ഞുണ്ടായതെങ്കിൽ പോലും നമ്മൾ ആ കുഞ്ഞിനെ നമ്മുടേതുപോലെ നോക്കില്ലേ? പക്ഷേ അമ്മയുടെ ആ ഒരു സംസാരം, ആ ഒരു കുത്തുവാക്കുകൾ, അതൊരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സച്ചിയേട്ടാ. അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, രേവതി നീ ഇങ്ങനെ വിഷമിക്കാതെ, എല്ലാം സമയമാകുമ്പോൾ നടക്കും. നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ അതിനെ പറ്റിയിട്ട് അമ്മയോട് ചോദിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ രേവതി സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുന്ന സമയത്തിന് സച്ചി രേവതി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയ സമയത്ത് രേവതി അടുക്കളയിൽ നിന്ന് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രേവതിക്കാവട്ടെ ഈ സമയത്ത് ഭയങ്കര ക്ഷീണമായിരിക്കും. ഒട്ടും വയ്യാത്ത രീതിയിലായിരിക്കട്ടെ അടുക്കളയിൽ നിന്നിങ്ങനെ ജോലി ചെയ്യുന്നുണ്ടാവുക. സച്ചി വന്ന് ചോദിക്കുന്നത്, എന്താ രേവതി, എന്താ നീ അങ്ങ് വല്ലാതായിരിക്കുന്നത്, എന്താ നിന്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് രേവതി പറയുന്നത്, അറിയില്ല സച്ചിയേട്ടാ, കുറച്ച് ദിവസമായിട്ട് വല്ലാത്ത ക്ഷീണം. അപ്പോൾ സച്ചി ചോദിക്കുന്നത്, എന്ത് കുറച്ച് ദിവസമായിട്ട് ക്ഷീണമുണ്ടായിട്ട് നീ എന്താ രേവതി എന്നോട് പറയാതിരുന്നത്? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം, വാ നീ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാമെന്നൊക്കെ പറയാട്ടാ സച്ചി. ഏയ് ഇല്ല സച്ചിയേട്ടാ, അത്ര വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ മാത്രം പ്രശ്നങ്ങളൊന്നും എനിക്കില്ലയെന്ന് പറയണേ രേവതി. അതെ, ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ കാണിക്കണം, അല്ലാതെ ഇങ്ങനെ വെയ്യായിക വെച്ചോണ്ടിരിക്കാനൊന്നും പാടില്ല. വാ രേവതി, നീ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റാൻ നോക്ക്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാമെന്ന് പറയുന്നിട്ട് ഇങ്ങനെ രേവതിയെ പിടിച്ച് വലിക്കട്ടെ സച്ചി. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഒന്ന് വീട് സച്ചിയേട്ടാ, ചുമ്മാ ഇരിക്ക്, എനിക്ക് ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട, വേണ്ടാന്ന് പറഞ്ഞില്ലേ. ഇനി ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ സച്ചിയേട്ടനോട് പറയാം, അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അല്ല സച്ചിയേട്ടാ, ഞാൻ സച്ചിയേട്ടനൊരു ദോശ ഉണ്ടാക്കി തരട്ടെ, നല്ല ചൂട് ദോശയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയും. സച്ചിയേട്ടൻ ഇവിടെ ഇരിക്കും, ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് സച്ചിനെ അവിടെ തന്നെ പിടിച്ചിരുത്താട്ട് രേവതി. എന്നിട്ട് നല്ല ചൂടോട് കൂടെ തന്നെ ദോശ ഇങ്ങനെ ചുട്ടു കൊടുക്കുകയാണ്. രേവതി ഉണ്ടാക്കിയ ദോശക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അത് ചൂടോട് കൊതിയോട് കൂടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാട്ടോ സച്ചി. എന്നിട്ട് രേവതിയോടായിട്ട് പറയുന്നുണ്ട്, രേവതി ഇതിനെല്ലാത്തിനും പ്രശ്നം നീ ഒന്നാമത് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് തന്നെയാണ്. നീ നിന്റെ ആരോഗ്യമൊന്നും ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് നിനക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയ്യായികയൊക്കെ തോന്നുന്നത്. ഏതായാലും എൻ്റെ രേവതിക്ക് ഞാൻ ഭക്ഷണം വാരിത്തരാമെന്നൊക്കെ പറഞ്ഞ് സച്ചി ഭക്ഷണം എടുത്ത് രേവതിക്ക് ഇങ്ങനെ വാരി കൊടുക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ട് അതിങ്ങനെ വായിലേക്ക് വെക്കുന്ന സമയത്ത് രേവതിക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് വോമിറ്റ് ചെയ്യാൻ തോന്നും. ഈ സമയത്ത് സച്ചിക്ക് അങ്ങ് വല്ലാതാവുന്നുണ്ടോ. രേവതി ആവട്ടെ പെട്ടെന്ന് തന്നെ വാഷ് ബേസിൽ പോയിട്ട് ഒരുപാട് അങ്ങ് ഛർദ്ദിക്കുന്നുണ്ട്. സച്ചി വേഗം പ്ലേറ്റൊക്കെ അവിടെ വെച്ചിട്ട് രേവതിയുടെ പുറകെ പോയിക്കൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി രേവതി? അപ്പോൾ രേവതി പറയുന്നത്, എനിക്കറിയില്ല സച്ചിയേട്ടാ, എനിക്കെന്തോ പെട്ടെന്ന് വല്ലാത്തൊരു ക്ഷീണം പോലെ. ഞാൻ ഏതായാലും കുറച്ച് നേരം കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രേവതി നേരെ മുറിയിലേക്ക് പോകുന്നുണ്ട്. രേവതിക്ക് ഒട്ടും വയ്യാത്തത് കൊണ്ട് തന്നെ സച്ചി ആയിരിക്കട്ടെ രേവതിയെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തുന്നത്. എന്നാൽ ഇതേ സമയത്ത് തന്നെ കുറേ നേരമായിട്ട് ചന്ദ്രമതി ഇങ്ങനെ അടുക്കളയിലേക്ക് വന്ന് നോക്കുന്ന സമയത്തിന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും റെഡിയായി കാണില്ല. രേവതി ആവട്ടെ ഒട്ടും വയ്യാതെ ക്ഷീണിച്ചിങ്ങനെ കിടക്കുമായിരിക്കും. അടുക്കളയിൽ വന്നിട്ട് ഭക്ഷണം കാണാത്തത് കൊണ്ട് തന്നെ ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എടി രേവതി, നീ ഇതുവരെ എണീറ്റില്ലേ? ഇവിടെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കി റെഡിയാക്കി വെച്ചില്ലേന്നങ്ങനെ ചോദിക്കുന്ന സമയത്തിന് രേവതി വരുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, അമ്മേ എനിക്ക് ഒട്ടും വയ്യാഞ്ഞിട്ടാണ്, എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നിയപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയതാ, കുറച്ച് നേരം കിടക്കാൻ വേണ്ടി പോയതാന്നൊക്കെ പറയുന്നുണ്ട് രേവതി. എന്നാൽ രേവതിയുടെ വാക്കും കേട്ടുകൊണ്ട് തന്നെ സച്ചിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, അമ്മേ അവൾക്ക് ഇന്ന് ഒട്ടും തന്നെ വയ്യ, അമ്മക്ക് വേണമെങ്കിൽ ഇന്ന് അമ്മ തന്നെ ദോശ ചുട്ട് കഴിക്ക്, ഇഡ്ഡലിയും ചമ്മന്തിയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ദോശ ചൂടോടത്തിന് ചൂടാനേ ഉള്ളൂ എന്നൊക്കെ പറയും. ഏതായാലും ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതിയും കൂട്ടിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. എന്നാൽ രേവതിക്ക് ഒട്ടും തന്നെ വയ്യ, ആകെ ക്ഷീണിച്ച് അവശയായിക്കൊണ്ട് തന്നെ ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ട് തന്നെ കുറേ അധികം ബ്ലഡ് ടെസ്റ്റിനൊക്കെ എഴുതുന്നുണ്ട്. ഡോക്ടർ അങ്ങനെ രേവതിയും സച്ചിയും അകത്തേക്ക് വിളിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, രേവതി ഇപ്പോൾ ഓക്കെ ആയില്ലേ? ആളിത്തിരി വീക്കാണ്, നേരത്തിന് ഇനി മുതൽ ഭക്ഷണമൊക്കെ കഴിക്കണം, ജോലി കൂടുതലും ഭക്ഷണം കുറവാണ്, അത് ആളുടെ മുഖത്ത് തന്നെ കാണുന്നുണ്ട്. ഏതായാലും ഇനി മുതൽ നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കണം.
ഈ സമയമെന്ന് പറയുന്നത് നല്ലൊരു ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയമാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ ഡോക്ടറെ, എന്താ അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് ഡോക്ടർ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ രണ്ടുപേരും ഒരു അച്ഛനും അമ്മയും ആവാൻ പോവാണെന്ന് പറയും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് സച്ചിക്ക് ഒരു അത്ഭുതമായിരിക്കും. എന്നിട്ട് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയാതെ വീണ്ടും സച്ചി ഇങ്ങനെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, എന്താ ഡോക്ടർ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് ഡോക്ടർ പറയും, എന്താ സച്ചി പറഞ്ഞത് മനസ്സിലായില്ലേ, നിങ്ങൾ രണ്ടുപേരും അച്ഛനും അമ്മയും ആവാൻ പോവാണെന്നിങ്ങനെ പറയും. എന്നാൽ ഡോക്ടറുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് സന്തോഷം കൊണ്ട് രേവതിയുടെ കണ്ണങ്ങ് നിറഞ്ഞു പോവും. ഇതേ സമയത്ത് സച്ചി അവിടെ വളരെയധികം ഇഷ്ടത്തോടു കൂടി തന്നെ രേവതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്തിന് ഡോക്ടർ പറയുന്നത്, ഏതായാലും ഇപ്പോൾ ഒരു മാസത്തേക്ക് ഞാൻ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ എഴുതാം. ഒരു മാസം കഴിഞ്ഞിട്ട് ചെക്കപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നുകൂടെ വരണം. അങ്ങനെ ഡോക്ടർ മരുന്നെല്ലാം എഴുതി കൊടുത്തതിന് ശേഷം അവരവിടെ നിന്നങ്ങ് വിടുകയാണ്. പുറത്തേക്ക് വന്നതിന് ശേഷം സച്ചി ഇങ്ങനെ രേവതിയോട് പറയുന്നുണ്ട്, രേവതി, എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. സച്ചിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അങ്ങനെ രേവതിയെ കാറിൽ കയറ്റിയതിന് ശേഷം വളരെ പതുക്കെയായിരിക്കും കാർ ഓടിച്ചുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. പോകുന്ന വഴിയും രേവതിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവും അതുപോലെ തന്നെ മുല്ലപ്പൂവെല്ലാം വാങ്ങിച്ച് വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെ ആയിരിക്കും കേട്ടോ സച്ചി രേവതിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം സച്ചിൻ രേവതി ഭയങ്കര സന്തോഷത്തിലായിരിക്കും. എന്നിട്ട് ചന്ദ്രമതിയോട് രവീന്ദ്രനോടും ഈ ഒരു കാര്യം പറയും. സച്ചിയാണെങ്കിൽ സന്തോഷം കൊണ്ട് ചന്ദ്രമതിയോട് മാത്രമല്ല വീട്ടിലെല്ലാവരെയും അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷമായിരിക്കട്ടെ ഈ ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുന്നത്. എല്ലാവരെയും അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷം സച്ചി ഇങ്ങനെ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛനൊരു മുത്തശ്ശനാവാൻ പോവാണെന്ന് പറയും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് രവീന്ദ്രന് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. രവീന്ദ്രൻ സന്തോഷം കൊണ്ട് അവിടെ നിന്നങ്ങ് എഴുന്നേറ്റ് പോവും. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആണോ സച്ചി, സത്യമാണോ മോളെ രേവതി? എന്നിട്ട് രവീന്ദ്രൻ ഭയങ്കര സന്തോഷത്തിലിങ്ങനെ നിൽക്കുമായിരിക്കും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ഒരു ഷോക്കായിരിക്കും. ഒരു ഞെട്ടലോട് കൂടിയായിരിക്കട്ടെ ചന്ദ്രമതി ഇത് കേട്ട് നിൽക്കുന്നത്. ഇങ്ങനൊരു ടെസ്റ്റ് ഒരിക്കലും തന്നെ ചന്ദ്രമതി പ്രതീക്ഷിച്ച് കാണില്ല. ഈ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞ് പിറക്കാൻ പോകുന്നത് രേവതിക്കാണ് എന്നറിഞ്ഞതോടുകൂടി തന്നെ ചന്ദ്രമതിക്ക് അത് ഒട്ടും തന്നെ സഹിക്കാനേ കഴിയുന്നില്ല. കാരണം ആദ്യത്തെ കുഞ്ഞ് ഈ വീട്ടിലേക്ക് വരുന്ന ആദ്യത്തെ പേരക്കുട്ടി അത് ശ്രുതിയുടെയും കുട്ടി തന്നെ ആയിരിക്കണമെന്നൊക്കെ ചന്ദ്രമതി അത്രമാത്രം ആഗ്രഹിച്ചിരുന്നതല്ലേ. അങ്ങനെ രേവതി വളരെയധികം സന്തോഷത്തോടു കൂടി ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അമ്മയെന്ന് വിളിക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ ചന്ദ്രമതി അങ്ങ് മുഖം തിരിച്ചു പോകുന്നൊരു എപ്പിസോഡാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഇന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.